അങ്ങനെ രാവിലെ തന്നെ റെഡിയായി റൂമിൽ നിന്നിറങ്ങി. ഇന്നത്തെ ദിവസം എങ്ങനെയായിരിക്കുമെന്ന് നമുക്കറിയില്ല. വരൂ, കണ്ടു തുടങ്ങാം. അതിരാവിലെ തന്നെ നല്ല വെയിലാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന സ്പോട്ടിലെത്തി വണ്ടി കയറി നേരെ ഫുഡ് കഴിക്കാനുള്ള പോക്കാണ് കേട്ടോ. നമ്മൾ അതിനുവേണ്ടി ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന ഡെസ്റ്റിനേഷൻ കേരള ഹോട്ടലാണ് കേട്ടോ. അങ്ങനെ രാവിലെ അവിടെ എത്തി നൂൽപുട്ടും മുട്ട റോസ്റ്റും കഴിച്ചു. നേരെ എയർപോർട്ടിലേക്ക് തന്നെ പോയി. അങ്ങനെ എയർപോർട്ടിലെത്തി നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് എടുത്തു, കസ്റ്റമറെ ഡ്രോപ്പ് ചെയ്തു. ഈ ഹോട്ടലാണ് കേട്ടോ കസ്റ്റമറെ ഡ്രോപ്പ് ചെയ്തത്. അവിടുന്ന് നേരെ പോയത് ഹോട്ടലിലേക്കാണ് കേട്ടോ. അവിടെ അടുത്തൊരു ഹോട്ടലിൽ അവിടെ പോയി ബിരിയാണിയും കഴിച്ചു. അങ്ങനെ ഞാൻ ഇറങ്ങുമ്പോഴുണ്ട് ഈ പൂച്ചേനെ കാണുന്നത്. ഈ ചൂടത്ത് വളരെയധികം ദാഹിച്ച് ബുദ്ധിമുട്ടി കിടക്കാമെന്ന് എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായി. അങ്ങനെ അവിടെ ഇരുന്ന് വെള്ളം എടുത്ത് വെച്ചു. ഞാൻ നേരെ എയർപോർട്ടിലേക്ക് വന്നു. അങ്ങനെ നമസ്കരിക്കാൻ സമയമായതുകൊണ്ട് തന്നെ വേഗം പള്ളിയിലേക്ക് നടന്നു. പക്ഷേ ഈ ചൂട് നമുക്ക് സഹിക്കാൻ പറ്റുന്നതിലപ്പുറമാണ് കേട്ടോ ഇപ്പോൾ നിലവിൽ ഈ സൗദി അറേബ്യയിലെ ചൂട്. അങ്ങനെ ഉളുവൊക്കെ എടുത്ത് നേരെ നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു വന്ന് കിട്ടിയ ട്രിപ്പ് മക്കത്തേക്കാണ് കേട്ടോ. അങ്ങനെ മക്കത്തേക്കുള്ള യാത്രയിലാണ്. അങ്ങനെ ഞങ്ങൾ മക്കത്തെത്തി കേട്ടോ. ഇതാണ് ഉമ്മുൽ ഖുറ റോഡ്. ഇതിലേ വന്നെങ്കിൽ ഹറമിലേക്ക് പെട്ടെന്ന് എൻട്രി ആകാനുള്ള 2-3 ഓപ്ഷൻസ് നമുക്ക് കിട്ടും. ടണൽ മാർഗം താഴത്തേക്ക് ഇറങ്ങിച്ചെന്നാൽ ഇവിടെ ലിഫ്റ്റ് മാർഗം ഹറമിൻ്റെ എൻട്രൻസിലേക്ക് പ്രവേശിക്കാനും സാധിക്കും. അങ്ങനെ ഞങ്ങൾ മക്കത്തുള്ള ഹോട്ടലിലെത്തി കേട്ടോ. എൻ്റെ പാസഞ്ചറിൻ്റെ ഹോട്ടൽ വരുന്നത് ക്ലോക്ക് ടവറിനോട് ചേർന്ന് നിൽക്കുന്ന സ്വിസ് ഹോട്ടൽ മക്കയാണ് കേട്ടോ. അവിടെ ഞാൻ തിരിച്ച് ജിദ്ദയിലേക്ക് പോവാണ്. ജംറ വഴിയാണ് പോകുന്നത്. ഹജ്ജ് സമയങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടൊരു സ്ഥലമാണ് ഈ ജംറ എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ ഈ വരുന്ന വഴി ജബലിന്നൂർ വഴിയാണ് കേട്ടോ. ഇതിലെ കൂടെ വന്നാൽ മസ്ജിദുൽ ആയിഷ വഴി ജുമൂമ് വഴി ജിദ്ദയിലേക്ക് പോവാം. അങ്ങനെ വരുമ്പോഴാണ് ഈ കാഴ്ച കാണുന്നത്. അങ്ങനെ കുറച്ചങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞപ്പോൾ നല്ല പൊടിക്കാറ്റുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇന്ന് എനിക്ക് വൈകുന്നേരം ക്രിക്കറ്റ് കളി ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ നേരെ ഗ്രൗണ്ടിലേക്കാണ് പോയത്. അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞു. കളി നമ്മൾ ജയിച്ചിട്ടോ. നല്ല അടിപൊളി കളിയായിരുന്നു. പിന്നെ അവിടുന്ന് പോയി കൂട്ടുകാരനുമായിട്ട് മുട്ടപ്പൊറോട്ടയും കഴിച്ചു. ഞാൻ നേരെ റൂമിലേക്ക്. അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ അവസാനിച്ചു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്ത് കൂടെ കൂടാൻ മറക്കല്ലേ.